കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെല്ലാം വളരെയധികം ശ്രദ്ധ നേടിയിരുന്ന ഒരു ആഡായിരുന്നു മോഹൻലാലിന്റെ പുതിയ പരസ്യം. ഈ പരസ്യത്തിൽ ഒരു ട്രാൻസ്ജെൻഡറിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു മോഹൻലാൽ പ്രകടനം നടത്തിയിരുന്നത്. ഒരു പുരുഷനിലെ സ്ത്രൈണത എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാമെന്നാണ് ഈ ഒരു പരസ്യത്തിലൂടെ മോഹൻലാൽ കാണിച്ചത് എന്ന് പലരും പറയുകയും ചെയ്തിരുന്നു. ആര് ചെയ്താലും പാളിപ്പോകാമായിരുന്ന ഒരു റോൾ അതാണ് ഈ മനുഷ്യൻ മനോഹരമാക്കിയത്. രാക്ഷസ നടികൻ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നാണ് പലരും ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന കൂടുതൽ വിവരങ്ങളാണ്. ഇത് മമ്മൂട്ടിക്ക് വെച്ചിരുന്ന ഒരു പരസ്യമായിരുന്നുവെന്നും കുറച്ചു കാലങ്ങളായി മമ്മൂട്ടി പുതിയ പ്രൊജക്ടുകൾ ഒന്നും ചെയ്യാൻ യാതൊരു താല്പര്യവും ഇല്ലാതെ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് മോഹൻലാൽ എത്തിയത് എന്നുമാണ് പലരും പറയുന്നത്. മാത്രമല്ല ഇത് മമ്മൂട്ടിക്ക് വേണ്ടിയായിരുന്നു പ്രകാശ് വർമ്മ തിരഞ്ഞെടുത്തത് എന്നും പറയുന്നു. അതേസമയം മമ്മൂട്ടി ചെയ്താൽ ഇത് ഇത്രത്തോളം മനോഹരമാവില്ലായിരുന്നു എന്ന് മറ്റു ചിലർ പറയുന്നുണ്ട്. എന്നാൽ മമ്മൂട്ടി പറഞ്ഞിട്ടാണ് മോഹൻലാൽ ഈ ഒരു ആഡിൽ അഭിനയിച്ചത് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതാണ് സത്യമെന്ന് അറിയില്ല. അതേസമയം കാതൽ എന്ന സിനിമ കണ്ടതിന് ശേഷമാണ് മമ്മൂട്ടിക്ക് ഈ ഒരു പരസ്യം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ തുടരുമെന്ന സിനിമയുടെ വിജയത്തിന് ശേഷം പ്രകാശ് വർമ്മ മോഹൻലാൽ കോമ്പിനേഷനിൽ ഒരുങ്ങിയതാണ് ഈ ഒരു പരസ്യമെന്നും മാറുന്ന തലമുറയുടെ പൾസ് മനസ്സിലാക്കിയാണ് ഈ ഒരു പരസ്യത്തിലേക്ക് പോയത് എന്നുമൊക്കെയാണ് കൂടുതൽ ആളുകളും പറയുന്നത്. ഇതിൽ ഏതാണ് സത്യമെന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കൂടുതൽ ആളുകളും ഇതിന് മികച്ച രീതിയിലുള്ള കമന്റുകളാണ് നൽകുന്നത്. അതേസമയം വിമർശിക്കുന്നവരും ചെറുതല്ല. മോഹൻലാൽ എന്തിനാണ് ഇങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നത് എന്നും അതൊന്നും ശരിയായില്ല എന്നുമാണ് മറ്റു ചിലർ പറയുന്നത്. അതേസമയം പലരും പറയുന്നത് വിരലുകൾ കൊണ്ടുപോലും അഭിനയിക്കാൻ കഴിയുന്ന മോഹൻലാലിന്റെ ആ കഴിവ് വളരെ വ്യക്തമായി ഈ ഒരു പരസ്യത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ്. അത് മനസ്സിലാക്കാൻ ഈ ഒരു പരസ്യം വേണ്ടി വന്നു എന്നും പലരും പറയുന്നു.